സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ പ്രയാസത്തിലേക്ക് തള്ളിവിടുന്ന നീക്കമാണ് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ചെയ്തിട്ടുള്ളത്. സർക്കാർ ആശുപത്രികളൊക്കെ അടച്ചുപൂട്ടി പകരം സ്വകാര്യ ആശുപത്രികൾ കൊഴുത്തു തടിച്ച് വളരുക എന്നുള്ളത് UDFിൻ്റെ നയമായിരിക്കും. എന്നാൽ ആ നയം നടപ്പിലാക്കാനുള്ള ആഗ്രഹം അങ്ങ് പോക്കറ്റിൽ വെച്ചാൽ മതി എന്നുള്ളത് വളരെ വിനയത്തോടു കൂടി ഇവിടെ DYFI എന്ന യുവജന സംഘടന പഠിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. മണിക്കൂറുകളായി ഇവർ സമരം ചെയ്യുന്നു. ഈ ചർച്ച വളരെ നേരത്തെ നടത്തിക്കൂടും. ചർച്ച നേരത്തെ നടത്തുന്നതിന് പകരം പോലീസിനെയും പട്ടാളത്തെയൊക്കെ വിളിക്കുക. പോലീസും പട്ടാളമൊക്കെ വന്നാൽ വരണ്ടു പോകുന്ന സംഘടനയാണോ DYFI? അതെങ്കിലും ഇവർ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇത്തരം തീരുമാനം കൈക്കൊണ്ടത് HDSലാണ്. അതിൽ UDFിൻ്റെ MLAമാരുണ്ട്. UDFിൻ്റെ MLAമാർ ആണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. ജില്ലാ കലക്ടറുണ്ട്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ചർച്ച ചെയ്യണ്ടേ? CPIM എന്ന രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഉണ്ട്, ചർച്ച ചെയ്തോ? DYFI എന്ന പ്രബല യുവജന സംഘടനയുണ്ട്. ഈ ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി എന്തൊക്കെ നിലയിൽ ഇടപെട്ട സംഘടനയാണ്, ചർച്ച ചെയ്തോ? അപ്പം അതുകൊണ്ട് ഇങ്ങനെ തീരുമാനം ഇരുട്ടത്തെടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ച്, എപ്പോഴും ഇരുട്ടാണല്ലോ പവർ കട്ട് കേരളത്തിലുള്ളതുകൊണ്ട്, അതുകൊണ്ട് ഇരുട്ടത്ത് തീരുമാനം എടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ച് പോവുകയാണെങ്കിൽ ഈ തീരുമാനത്തിന് പിന്നിലുള്ള താല്പര്യം വെളിച്ചത്ത് കൊണ്ടുവരുന്ന പ്രസ്ഥാനം DYFI ആണെങ്കിൽ ആ DYFIക്കൊപ്പം ഈ നാട്ടിലെ ജനങ്ങളുണ്ടാകും. ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായി ഇത് പിരിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ബാക്കി കലക്ടറുമായി ചർച്ച ചെയ്യും. കലക്ടറും ഉത്തരവാദിത്തപ്പെട്ട പ്രിൻസിപ്പാളുമായി ചർച്ച ചെയ്തുകൊണ്ട് ഈ വിഷയം കൃത്യമായി പരിഹാരം കണ്ട് മുന്നോട്ട് പോകുക. അതുവരെ ഈ പണം പിരിച്ചാൽ DYFI തടയും എന്നുള്ളത് തന്നെയാണ് DYFIയുടെ നിലപാട്. ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് പറഞ്ഞത്. അതുകൊണ്ട് ഇത് നല്ല നിലയിൽ ചർച്ച ചെയ്ത് പോകണം എന്നുള്ളത് മാത്രമേ ഇവിടെ ചൂണ്ടിക്കാട്ടാനുള്ളൂ. ഈ ജില്ലയിലൊരു MLA ആണ് ഞാൻ. ഇത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ ജനപ്രതിനിധികളെ അറിയിക്കണം. ജില്ലയിലെ MLA എന്നുള്ളത് ഞങ്ങളൊന്നും അറിയാതെ എങ്ങനെയാണ് തീരുമാനം എടുക്കുക? അപ്പം അതുകൊണ്ട് മേലിൽ ഇത്തരം നിലപാട് ആവർത്തിക്കരുത്. സർക്കാർ ആശുപത്രി വിറ്റ് സ്വകാര്യ മുതലാളിമാർക്ക് സ്വകാര്യ ആശുപത്രി തുടങ്ങാനുള്ള നയം UDFിനുണ്ടാവും. പക്ഷെ അത് നടപ്പിലാക്കുക എളുപ്പമായിരിക്കില്ല എന്നുള്ളത് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണം. ഇനി പോലീസല്ല, പട്ടാളമല്ല, അതിലും വലുത് വന്നാലും പ്രക്ഷോഭം നടത്തിയ പാരമ്പര്യമുള്ള യുവജന സംഘടനയാണ് DYFI, ഈ നാട്ടിലെ ജനങ്ങൾ. അതുകൊണ്ട് മേലിതിനെ ആവർത്തിക്കരുത്. ഇപ്പോൾ ഇത് ചർച്ച ചെയ്ത് പരിഹരിച്ചു. നാളെ ഇങ്ങനെ ഒരു അവസരം സൃഷ്ടിക്കാതിരിക്കാൻ അധികാരികൾ ശ്രദ്ധിക്കണം. ഓക്കെ, പോവാ.